രാത്രി ഉറങ്ങാൻ നേരമായപ്പോഴേക്കും മുഖത്തൊരു മാസ്ക് ഇട്ടു. ഇത് ഉണങ്ങാൻ വേണ്ടി കുറച്ച് നേരം പിടിക്കുമല്ലോ എന്ന് ഓർത്ത് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചിട്ടോ. ഞാനൊരു സത്യം പറയട്ടെ, നിങ്ങളിൽ പലരും ഈ ഒരു ബെഡ്ഷീറ്റിൽ കിടന്നിട്ടായിരിക്കും ഇപ്പൊ ഈ ഒരു വീഡിയോ കാണുന്നത്. സെയിം ബെഡ്ഷീറ്റ് വീട്ടിലുള്ള കൂട്ടുകാരൊന്ന് കമന്റ് ചെയ്യണേ. അമ്മ എനിക്ക് കഴിഞ്ഞ ദിവസം തന്ന സാരിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിന്റെ ബോർഡറൊക്കെ ബ്ലൂ കളറാ വന്നത്. അമ്മ എന്നോട് ഇത് എടുത്തിട്ട് എന്തെങ്കിലും ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. കാശിക്കുട്ടിനാണെങ്കിൽ നമ്മുടെ ചുമരിലുള്ള വോൾ സ്റ്റിക്കറിനൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ചിലയിടത്ത് ഓട്ടായിട്ടോ. ഞാൻ ഈ സാരി ഉടുത്ത് നോക്കണത് എവിടെയാണ് നമുക്ക് ഡിസൈൻ വരക്കേണ്ടതെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം അങ്ങനെ ഉടുത്ത് നോക്കിയാൽ ഇപ്പം എനിക്ക് മനസ്സിലായി ഇന്ന ഭാഗത്താണ് വരക്കേണ്ടതെന്ന്. ഞാനിപ്പോൾ കയ്യിലെടുത്ത ആ ഒരു വാളം ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ കൊല്ലം നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ ഈ സാരി ഞാൻ ഇതുപോലെ വിരിച്ചിട്ടിട്ടുണ്ട്. കാശിക്കുണ്ടുണ്ടെങ്കിൽ പിന്നെ ഉള്ളിൽ കയറി കിടന്നേനെ ഗൈസ്. പിന്നെ നമ്മുടെ ആക്രിലിക് പെയിന്റ് എടുത്ത് അങ്ങോട്ട് വരച്ചു കേട്ടോ. കുറച്ച് ഇലയാട്ടോ വരക്കുന്നത്. എനിക്കിത് വരച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. വരക്കാൻ എളുപ്പത്തിന് താഴെ മുട്ടിയിട്ടുണ്ടെങ്കിൽ വേറെ ബെഡിൽ പെയിന്റ് ആവാണ്ടിരിക്കാനാണ് ഞാൻ ഇതുപോലെ തൂക്കിയിട്ടിട്ട് പെയിന്റ് അടിച്ചിട്ടോ. പിന്നെ ഉണങ്ങാൻ വേണ്ടി ഞാൻ ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടോ. രാവിലെ ഇപ്പം മുന്താണിയിൽ കുറച്ച് ഡിസൈൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് അയൺ ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ കളർ ഇളകി പോകും. പഴയ സാരി പുതിയതാക്കിയിട്ട് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട ലൈക്ക്